നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പിടിച്ചുലച്ച വൻതോതിൽ നാശം വിതച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. കോവിഡ് അമേരിക്കയുടെ അടിത്തറയെ ഇളക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി അമേരിക്കയിലെ തൊഴിൽ വിപണിയെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ തൊഴിലാളികൾ ഭയപ്പെടേണ്ട സാഹചര്യമാണ് വരാൻ പോകുന്നത്. പലർക്കും H1B വിസ നഷ്ടമാകും എന്നാണ് സൂചന. പ്രധാനമായും ജോലിയുടെ കാര്യത്തിലുള്ള അസ്ഥിരതയാണ് രൂക്ഷമാകുക. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെയും ഇത് ശക്തമായി തന്നെ ബാധിച്ചേക്കും. US-ൽ 2.5 ലക്ഷത്തോളമാണ് അതിഥി തൊഴിലാളികളുള്ളത്. ഇവർ ഗ്രീൻ കാർഡിനായി ശ്രമിക്കുന്നുമുണ്ട്. ഇതിൽ 2 ലക്ഷത്തോളം പേർക്കാണ് H1B വിസ ഉള്ളത്. ഇവർക്ക് നിയമപരമായി ഈ വിസകൾ നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ അവസാനത്തോടെ തന്നെ ഇവർ രാജ്യം വിടേണ്ടി വരും. നേരത്തെ ട്രംപ് ഭരണകൂടം 2 മാസത്തേക്ക് ഗ്രീൻ കാർഡ് നടപടികൾ നിർത്തിവെച്ചിരുന്നു. H1B വിസകളും വിലക്കിലാണ്. US-ലുള്ളവർക്ക് തൊഴിൽ ഉറപ്പു നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം നിയമം ട്രംപ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ കമ്പനികൾ വിദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ വിലക്കരുതെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. IT ടെക്നോളജി മേഖല പൂർണ്ണമായും ആശ്രയിച്ചു കഴിയുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ്. അതേസമയം അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ശ്രമിക്കാത്ത ആയിരക്കണക്കിന് വ്യക്തികൾ നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയിലാണ്. ഇവർക്ക് നിശ്ചിത ദിവസത്തിൽ കൂടുതൽ US-ൽ തങ്ങാനാവില്ല എന്നും പൊതുവെ റിപ്പോർട്ടുണ്ട്. ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് H1B1 വിസ 75%. ഇത് അമേരിക്കയുടെ വരുമാനത്തെയും ശക്തമായി തന്നെ ബാധിക്കും. കഴിഞ്ഞ 2 മാസമായി ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്കാണ് തൊഴിൽ നഷ്ടമായത്. വിദേശത്ത് നിന്നുള്ളവരെ ഇത് കൂടുതലായി ബാധിച്ചിരുന്നു. US-ൽ 26 മില്യണിലധികം പേരാണ് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചിരിക്കുന്നത്. H1B1 വിസ പ്രകാരം ഒരു ജോലി സ്ഥലവും ജോലി നൽകുന്നയാളും നിർബന്ധമായും വേണം. ഇതിലൂടെ ഒരു ബേസിക് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതും വീട്ടിൽ നിന്നുള്ള ജോലിയും വിസ നിയമങ്ങൾക്ക് എതിരാണ്. ഇതാണ് പലരെയും പിരിച്ചുവിടാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നതിന് കാരണം. പിരിച്ചുവിടപ്പെട്ടാൽ 60 ദിവസത്തിനുള്ളിൽ വിസയുള്ളവർ പുതിയ തൊഴിൽ കണ്ടെത്തണമെന്നാണ് നിയമം. ഇല്ലെങ്കിൽ വിസ മറ്റൊന്നിലേക്ക് മാറ്റുകയോ നാട്ടിലേക്ക് മടങ്ങുകയോ ചെയ്യാം. ഈ സാഹചര്യം തൊഴിൽ നഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ സമയം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇവരുടെ വിസ ഈ സമയത്ത് പുതുക്കില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. H1B1 വിസയുള്ള തൊഴിലാളികളിൽ പലരും കുടുംബത്തെ US-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. നിലവിലെ സ്ഥിതി ഇതെല്ലാം തന്നെ താളം തെറ്റിക്കും. ആപ്പിൾ, ആമസോൺ, ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ വിദേശത്ത് നിന്നുള്ള ജോലിക്കാരെ പിന്തുണക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ ട്രംപ് ഭരണകൂടത്തിന് കത്തയച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.